ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ മുന്നത്തെ രണ്ട് വീഡിയോയും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതനുസരിച്ചാണ് നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെ ഇത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, സസ്പെൻസ് ഒന്നുമില്ല കേട്ടോ. നമ്മുടെ വീഡിയോയിൽ എപ്പോഴും സസ്പെൻസ് നമ്മൾ വെക്കാറില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലവ് സ്റ്റോറി പറയാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. കാരണം നമ്മുടെ ലൈവിൽ വന്ന് ഒരുപാട് പേർക്ക് അറിയാം എൻ്റെ ഇതൊരു ലവ് മാരേജ് എന്ന് എല്ലാവർക്കും അറിയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ലവ് സ്റ്റോറി പറയോ, ലവ് സ്റ്റോറി പറയും, കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അന്നേരമൊക്കെ ഞാൻ പറഞ്ഞത് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡും ഞാനും കൂടി ഒരുമിച്ച് ചെയ്യാം എന്നാണ് ഞാൻ മുന്നേ വിചാരിച്ചത്. പക്ഷേ സാഹചര്യങ്ങളുടെ എന്താ പറയുക പൊരുത്തക്കേടുകൾ കാരണം നമുക്ക് ഒരുമിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇത് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുക, 2-3 പാർട്ടായിട്ടായിരിക്കും ചെയ്യുക. അത്യാവശ്യം വലിയൊരു സ്റ്റോറി തന്നെയാണ്. അപ്പോൾ 2-3 പാർട്ടായിട്ടായിരിക്കും ചെയ്യുക. പറ്റുകയാണെങ്കിൽ രണ്ടാമതോ മൂന്നാമത്തെയോ പാർട്ടിൽ ഞാൻ പുള്ളിക്കാരനെ കൂടി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ലവ് സ്റ്റോറി എന്ന് പറയുന്നത്, നമ്മുടെ ലവ് സ്റ്റോറി തുടങ്ങുന്നത് ഇപ്പം ഈ എന്താ പറയുക, ഓക്കെ വിട്ട് കളയാം. ഓക്കെ, മുന്നത്തെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമ്മുടെ ഈ ഒരു ലവ് സ്റ്റോറി മാത്രമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ലവ് സ്റ്റോറി തുടങ്ങുന്നത് ഞാൻ +1 പഠിക്കുന്ന സമയത്താണ്. കിറ്റൂടെ നീ അവിടെ ഇരുന്നില്ലെങ്കിൽ ഞാൻ നിന്നോട് മിണ്ടില്ല, ഞാൻ റൂമിൽ നിന്ന് പുറത്താക്കും. അവിടെ ഇരുന്നോണം, അവിടെ ഇരുന്നാൽ മതി, അവിടെ ഇരുന്നാൽ മതി. വേറെന്ത് വേറെയോ പോരെ? ഓക്കെ പോരെ. അപ്പൊ നമ്മുടെ ലവ് സ്റ്റോറി തുടങ്ങുന്നത് ഞാൻ +1 പഠിക്കുന്ന സമയത്താണ്. അപ്പൊ പിന്നെ ഓക്കെ, നമ്മൾ +1 പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏജ് ഡിഫറൻസ് ഒരുപാടുണ്ട് കേട്ടോ. ഒരു 10 വയസ്സിൽ കൂടുതൽ ഏജ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ പറയാലോ, ഞങ്ങളുടെ ലവ് മാരേജ് ആണ്, പക്ഷെ ഞങ്ങൾ വളരെ ക്ലോസ് റിലേറ്റീവ്സ് ആണ്. പക്ഷെ ആ റിലേഷൻഷിപ്പ് ഞാൻ എന്തായാലും പറയുന്നില്ല. അത് പറയാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പണ്ട് പ്രേമിക്കുന്ന സമയത്താകുമ്പോൾ അതൊന്നും വലിയൊരു പ്രശ്നമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ അത് വലിയൊരു പ്രശ്നമായിട്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യം വിടുക കേട്ടോ. അപ്പോൾ പറഞ്ഞു തരാമല്ലോ. അപ്പോൾ ഈ +1 പഠിക്കുന്ന കാലത്ത്, അപ്പോൾ എൻ്റെ ചേച്ചിയുടെ മാരേജ് ഒരുവിധം ഫിക്സ് ചെയ്യുന്ന സമയത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ വീട് കാണാൻ ചടങ്ങിന് സമയത്ത് നമ്മുടെ കഥാനായകൻ നമ്മുടെ വീട്ടിലെത്തി. റിലേറ്റീവ്സ് ആണല്ലോ, അപ്പോൾ ചെക്കൻ്റെ വീട് കാണാൻ പോകുന്നതിൽ എന്തായാലും ആളും വരുമല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ പോകുമായിരുന്നു. പോകുന്ന നേരത്ത് അന്നത്തെ സമയത്ത് ആൾക്ക് നല്ലൊരു കട്ട പണി കിട്ടിയിരിക്കുന്ന സമയമായിരുന്നു. അതുപോലെ തന്നെ എനിക്കും അത്യാവശ്യം നല്ലൊരു പണി കിട്ടിയിരിക്കുന്ന സമയമായിരുന്നു. അത് ആ കാര്യത്തോടെ നമ്മൾ പോകുന്നില്ല. അതെടുത്തോ, കുട്ടിയെടുത്തോ. അപ്പോൾ നമ്മൾ അപ്പം അങ്ങനെ അതായിരുന്നു നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. സ്റ്റാർട്ടിങ് അങ്ങനെയാണ്. ആ സമയത്ത് ഞങ്ങൾ ക്ലോസ് റിലേറ്റീവ്സ് ആണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പരസ്പരം എല്ലാം അറിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് ഇരുന്ന് ഞങ്ങൾ പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ പെട്ടെന്ന് നമ്മളോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആദ്യം നമുക്ക് വിശ്വാസം വന്നില്ല. കാരണം പുള്ളിക്കാരൻ അന്ന് സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. കിച്ചു മിണ്ടാണ്ടിരുന്നോട്ടോ, അതവിടെ പുള്ളിക്കാരൻ നന്നായി സംസാരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതുമല്ല, പണ്ടേ ആളെ നമ്മുടെ ഫാമിലിക്കായാലും നമുക്കായാലും ഭയങ്കര ഇഷ്ടമാണ്. നന്നായിട്ട് നന്നായി സംസാരിക്കുന്നതുകൊണ്ടെന്നല്ല, സംസാരിച്ച് വീഴ്ത്താനുള്ള ഒരു കഴിവുള്ളതുകൊണ്ട് പുള്ളിക്കാരൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ പറഞ്ഞു, നമ്മളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ്. ആദ്യം നമുക്ക് ഒന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ ആൾ പറഞ്ഞത് ആലോചിച്ച് നോക്കാൻ പറഞ്ഞു. എന്താ പറയുക, എൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, പറ്റുമെങ്കിൽ എന്താ പറയുക വിവാഹം കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഓക്കെ. അപ്പം ഞാനൊന്നും പറഞ്ഞില്ല, നമ്മൾ വിട്ടു. അപ്പോൾ ഞാൻ രാത്രി ഫുൾ ആലോചിച്ചു. പക്ഷെ നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം പുള്ളിക്കാരൻ മോശമാണെന്നല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്ത് തെറ്റാണെന്ന് നമുക്ക് പെട്ടെന്നല്ല ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം രാത്രി ഫുൾ ആലോചിച്ച് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങോട്ട്, നമ്മൾ പാലക്കാടും പുള്ളിക്കാരൻ വയനാടാണല്ലോ, പുള്ളിക്കാരൻ വയനാട്ടിലോട്ട് പോരുകയാണ്. പോരുമ്പോൾ ടാറ്റാ ബൈബൊക്കെ പറഞ്ഞ്, അപ്പോൾ നമ്മളൊന്നും റിപ്ലൈ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കാരന് മെസ്സേജ് അയച്ചു. എസ് പറഞ്ഞു എനിക്ക് വേണ്ടി ഇത്ര കാലം വെയിറ്റ് ചെയ്യാമോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ച്. പിന്നെ അങ്ങോട്ടുള്ള കാലം അത് വല്ലാത്തൊരു കാലമായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ വിളിയും സംസാരമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ഫോണാണുള്ളത്. അപ്പോൾ അതിന് ഞങ്ങൾ കൂടുതൽ വിളിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കുള്ളൊരു മെസ്സേജ്, ചില സമയത്ത് വല്ലപ്പോഴും ഒരു കോൾ, അത്രേ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ അതിനുശേഷം അങ്ങനെ ഒരു 4-5 മാസം അങ്ങനെ ഇങ്ങനെ പോയിട്ടോ, അങ്ങനെ തന്നെ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ അങ്ങോട്ട് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വീര്യം കൂടുമല്ലോ. അപ്പം നമ്മൾ വിചാരിച്ചു ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഒരു ഫോൺ എങ്ങനെ സംഘടിപ്പിക്കണം എന്ന് പറഞ്ഞു. പിന്നെ ആൾ ഇത്രയും ദൂരെ ആയതുകൊണ്ട് എന്തായാലും നാട്ടോട് വരവൊന്നും ഉണ്ടാവില്ല, അങ്ങനെ നാട്ടോട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു ഫ്രണ്ട് വഴി ഞാനൊരു ചെറിയ ഫോണില്ലേ നമ്മുടെ ലോക്കൽ ഫോൺ, അതും ഞാൻ ഒപ്പിച്ച് എൻ്റെ പേര്. അപ്പം എനിക്കപ്പോൾ ഏജ് എനിക്ക് 18 വയസ്സായിട്ടില്ല. 18 വയസ്സായി അവളെ സിം എടുക്കാൻ എന്തോ പറ്റും തോന്നുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ID കാർഡ് വെച്ച് കൊട്ടിക്കളയരുത്, ID കാർഡ് വെച്ച് ഞാനൊരു സിം എടുത്ത് പിന്നെ ആ സിം ഉപയോഗിച്ചായിരുന്നു ഞങ്ങൾ. അങ്ങനെ വിളിയായിരുന്നു. സ്കൂളിൽ പോകുമ്പോൾ വിളിക്കും, പോകുന്ന വഴിയിൽ വെച്ച് വിളിക്കും, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആരുമില്ലെങ്കിൽ എല്ലാ നേരത്ത് ഫോൺ ചെയ്യും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്താ പറയുക, എൻ്റെ +2 കഴിഞ്ഞു. അങ്ങനെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് മാരേജ് വന്നു, ചേച്ചിയുടെ മാരേജ് വന്നു. മാരേജിന് പുള്ളിക്കാരൻ വന്നു. പിന്നെ അതിന് മുന്നേ 1-2 പ്രാവശ്യം അല്ലാണ്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ 2 വർഷത്തെ പ്രേമമാണ്. അപ്പോൾ അതിനിടയ്ക്ക് 4 പ്രാവശ്യം വന്നിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങൾ ഇഷ്ടമാണെന്ന് പറയുന്നത് ഡിസംബർ 4-നാണ്. അപ്പോൾ ഡിസംബർ 4 തന്നെയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അങ്ങനെ +2 കഴിഞ്ഞ സമയത്ത് എനിക്ക് വേറൊരു ഫോൺ കിട്ടി, വീട്ടുകാരെ വക ഒരു ഫോൺ കിട്ടി. പിന്നെ അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫോണായിരുന്നു. അപ്പം നമുക്ക് വീഡിയോ കോൾ ചെയ്യാനൊക്കെ പറ്റിയിരുന്നു. അപ്പോൾ ഞങ്ങൾ റിലേറ്റീവ്സ് ആയതുകൊണ്ട് ഞങ്ങൾ ഫോൺ ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അവർ വീട്ടുകാർ കാണുക ആ ഫോണിൽ നിന്ന് വിളിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഫോൺ വിളിക്കുമായിരുന്നു. അല്ലാത്ത സമയത്ത് ഞാൻ ചെറിയ ഫോണിൽ നിന്ന് വിളിക്കും, വീട്ടിലുള്ളപ്പോൾ ഞാൻ വലിയ ഫോണിൽ നിന്ന് വിളിക്കും. അങ്ങനെ പോകുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ പിടിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്കൊരു അത്യാവശ്യം വലിയ സ്റ്റോറിയാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് ഒന്നാമത് അത്യാവശ്യം നീണ്ടുപോയി, അതുമല്ല മോൻ ഭയങ്കര അലമ്പാക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും അടുത്ത പാർട്ടിൽ ബാക്കി കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നമ്മുടെ വീഡിയോസ് ഇങ്ങനെ വരും, എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.